മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം കടുപ്പിക്കുകയാണ്. ഭൂരിപക്ഷത്തിൽ ലീഗ് കൈവരിച്ച നേട്ടത്തെ തുടർന്നുള്ള രോഷപ്രകടനമാണ് മുഖ്യമന്ത്രി നടത്തുന്നതെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അഷ്കർ അലി നമുക്കൊപ്പം ഉണ്ട്. അഷ്കർ അലി, പി കെ കുഞ്ഞാലിക്കുട്ടിയും പി എം എ സലാമും ഇന്ന് കുറച്ചുകൂടി വ്യക്തത വരുത്താൻ ശ്രമിക്കുകയല്ലേ? സുജയ, മുഖ്യമന്ത്രി നടത്തുന്ന വിമർശനങ്ങൾക്ക് അതേ ഭാഷയിൽ തന്നെ മറുപടി നൽകുക എന്നുള്ള നിലപാടാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നത്. കാരണം SDP അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി ബന്ധം, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ബന്ധം ലീഗിനെതിരെ മുഖ്യമന്ത്രി ആരോപിച്ചതിന് ശേഷമാണ് ഇന്നിപ്പോൾ PMA സലാം അടക്കമുള്ളവർ മുഖ്യമന്ത്രിയാണ് വർഗീയ കാർഡ് കളിക്കുന്നത് എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത്. മാത്രമല്ല, പാരമ്പര്യമായി ജമാഅത്ത് ഇസ്ലാമിയുമായും അതുപോലെ തന്നെ SDP-യുമായും ബന്ധം സൂക്ഷിച്ചു വന്നിരുന്നത് ഇടതുപക്ഷമാണെന്നും അതിൻ്റെ പേരിൽ SDP-ക്കും ജമാഅത്ത് ഇസ്ലാമിക്കും ഇടതുപക്ഷം നന്ദി പറഞ്ഞതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം ഉണ്ട് എന്നാണ് ഇന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തത്. അതോ ഏത് ആരോപണമാണോ മുഖ്യമന്ത്രി ഉന്നയിച്ചത് അതിനെ തിരിച്ച് ഇടതുപക്ഷത്തിന് മേൽ ഉയർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ആരോപണം ഉയർത്തിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാനാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി വിമർശനം തുടർന്നാൽ അതേ ഭാഷയിൽ തന്നെ തിരിച്ചടിക്കുക എന്നുള്ളതാണ് ലീഗ് എടുത്തിരിക്കുന്ന തീരുമാനം. എന്നാൽ മുസ്ലിം ലീഗ് ഇപ്പോൾ വിലയിരുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി തുടർച്ചയായി ഇപ്പോൾ മുസ്ലിം ലീഗിനെതിരെ ആഞ്ഞടിക്കുന്നത് അതൊരു നയമാറ്റത്തിൻ്റെ ഭാഗമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുപക്ഷം സ്വീകരിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് നയമാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉയരുന്നത്. എന്നാൽ ആ രാഷ്ട്രീയ കാർഡ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് തന്നെ തിരിച്ചടിയാകുമെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നത്. അത് ലീഗിൻ്റെ ജനകീയ അടിത്തറ തകർക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതെന്നും വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുമൂലം രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയാണ് CPM ശ്രമിക്കുന്നതെന്നും ലീഗ് വിലയിരുത്തുന്നു. അതേസമയം കഴിഞ്ഞ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിലടക്കം മുഖ്യമന്ത്രി നടത്തിയ വിമർശനങ്ങൾ, സാധുക്കൾ തങ്ങൾക്കെതിരെ നടത്തിയ വിമർശനങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തു എന്നുള്ള ഒരു ആത്മവിശ്വാസം ലീഗിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ രീതിയിൽ തന്നെ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ ലീഗ് നേതൃത്വം തയ്യാറാകുന്നതും. സമാനമായ രീതിയിൽ തന്നെ ഇനിയും വിമർശനങ്ങൾ മുഖ്യമന്ത്രി ഉയർത്തുകയാണെങ്കിൽ RSS മുഖ്യമന്ത്രി ബന്ധമടക്കം ഉയർത്തി കാണിച്ചു. കഴിഞ്ഞ തവണ തന്നെ മുഖ്യമന്ത്രി പ്രസംഗിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ ചന്ദ്രിക മുഖപ്രസംഗം എഴുതിയത് തന്നെ മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ RSSന്റെ ബന്ധം ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു. സമാനം ആരോപണം ഉന്നയിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനുള്ള ആലോചനയും ലീഗ് നടത്തുന്നുണ്ട്. എന്തായാലും മുസ്ലിം ലീഗും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോര് കടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സുജയ.